നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മായേ, എന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ അമ്മ? അതിന്റെ കൂടെ സേതുവേട്ടൻ ഇനി കുടിക്കാനും കൂടി തുടങ്ങിയ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താവും? ഇനി അവനെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വയം നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. നന്ദൂട്ടിയുടെ ഭാവി പോലും അവന് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നശിക്കട്ടെ. എന്താടാ രാവിലെ പോകുന്നില്ലേ? ഇന്നലത്തെ അവന്റെ ബാക്കി ക്ഷീണവും കൂടെ തീർത്തിട്ട് വരൂ. വേണ്ട ഏട്ടാ, ക്ഷമാപണമാണെങ്കിൽ വേണ്ട. ഞാനിത് കുറെ കേട്ടതാണല്ലോ. അതല്ല മോളെ, ഞാനല്ല പെട്ടെന്നുള്ള ടെൻഷൻ മാറാൻ കുടിച്ചാൽ മതിയെങ്കിലേ ആദ്യം ഭാവനയ്ക്ക് എന്നെ കുറച്ച് മേടിച്ചു കൊടുക്ക്. ടെൻഷൻ മാറട്ടെ. ഇന്നലെ രാത്രി ഭാവനെ ടെൻഷൻ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊന്നും സേതുവേട്ടൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ടെൻഷൻ മാറാനുള്ള മരുന്ന് സേതുവേട്ടൻ തന്നെ കൊടുത്തേനെ. സോറി മോളെ, ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണമാവില്ലെന്നറിയാം. എന്നാലും സോറി. സേതുവേട്ടാ, എന്താ സേതുവേട്ടാ ഇത്? എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും നശിക്കാൻ നോക്കുന്നേ? ഇനി ഞാൻ സേതുവേട്ടനെ ഉപദേശിക്കാനോ സത്യം ചെയ്യിക്കാനോ ഒന്നിനുമില്ല. സേതുവേട്ടൻ എങ്ങനെ ജീവിക്കാൻ തോന്നുന്നോ അതുപോലെ അങ്ങ് ജീവിക്ക. സേതു, ഈ വീട്ടിലെ കൂടപ്പറപ്പുകളുടെ ആത്മാർത്ഥത എന്താന്ന് ഇവക്ക് ഇന്നലെ നല്ലതുപോലെ മനസ്സിലായി. ഇതിന്റെ എല്ലാം ടെൻഷനിൽ അവക്ക് ഇന്നലെ വയ്യാണ്ടായത്. ആദ്യമായിട്ടാ ഇങ്ങനൊരു അനുഭവം വരുന്നത്. സോറി അമ്മ, വേണ്ട. ഇനി ഞാൻ കുടിക്കത്തില്ല എന്ന് പറയാൻ പോകുന്നെങ്കിലേ അതിന് മെനക്കെടണ്ട. കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തു. മതി മായച്ചി, രാവിലെ തന്നെ ഒരു സീൻ ഉണ്ടാക്കണ്ട. മറ്റാരെയും ഒന്നും കേൾപ്പിക്കാനും പോണ്ട. എങ്ങനെയുണ്ട് മോളെ? സാരല്ലേട്ടാ, ഇതൊക്കെ എന്റെ സമയത്തിൻ്റെതാ. മാറുമായിരിക്കും. എനിക്കറിയാം, ഞാൻ മദ്യപിച്ചുകൊണ്ടൊന്നുമല്ല നിനക്ക് ഇന്നലെ അസുഖം ഉണ്ടായത്. നീ നിധി പോലെ കാത്തു സൂക്ഷിച്ച നിന്റെ കഴുത്തിലെ താരിയുടെ കൊടുത്തോണ്ടല്ലേ നിനക്ക് അസുഖം ഉണ്ടായി. നിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുകളും എനിക്കറിയത്തില്ല. മക്കളെ, സേതു പറഞ്ഞത് സത്യമാണോ? താലി ഓരിക്കൊടുത്തതിന്റെ ടെൻഷനിലാണോ നീ? വിഷമിക്കില്ല. വലിയ മക്കൾക്ക് എന്ത് പറ്റി ദേവേട്ട? ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. അതെ ദേവേട്ട, എനിക്കറിയാം. ഭാവന ഇന്ന് നമ്മളോട് പറഞ്ഞതും ചെയ്തതും ഒന്നും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്ന്. ഭാവനയ്ക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം ഒന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര നിസ്സാരമായിട്ടാണ് ഗായത്രിയെ കൊണ്ട് താലി വിരിച്ച് സൂര്യക്ക് കൊടുത്തത്.
ഈ ഭാവനയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ജയ, അതെനിക്ക് ഉറപ്പാ. പക്ഷെ അതെന്താണെന്ന് അവൾ തുറന്നു പറയണില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂര്യയോട് ഇങ്ങനെ പെരുമാറണോ ദേവേട്ട? അതിനുള്ള തെറ്റൊന്നും അവൻ അവളോട് ചെയ്തിട്ടില്ലല്ലോ. ആര് തെറ്റ് ചെയ്താലും അത് എന്താണെന്ന് അറിയണമല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലല്ലോ. സൂര്യയുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനത് കണ്ടു. ദേവേട്ടൻ വിഷമിക്കാതിരിക്കെ, അവനൊരു പ്രശ്നവുമില്ല. ഭാവന പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിച്ചപ്പോ അവന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് മാറിക്കോളും ദേവേട്ട. ഒരു കണക്കിന് ഭാവന ഇങ്ങനൊരു തീരുമാനം എടുത്തത് നന്നായില്ലേ? ജ്യോത്സ്യ വിധി പ്രകാരം ഭാവന സൂര്യ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവന് തന്നെ ആപത്താവില്ലായിരുന്നോ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാനെല്ലാം സഹിക്കുന്നതും കണ്ടില്ല എന്ന് നടിക്കുന്നത്. നമ്മുടെ മോന് സംഭവിച്ച പോലൊരു തലവിധി ലോകത്തൊരു ചെറുപ്പക്കാരൻ സംഭവിക്കാതിരിക്കട്ടെ. ദേവേട്ട, നമ്മളാരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. എല്ലാം ഭാവന സ്വയം തീരുമാനിച്ചതല്ലേ? ആദ്യമൊക്കെ ഞാനായി ഈ ബന്ധത്തിനെ എതിർത്തിരുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നുള്ള വിശ്വാസമാണ് ഭാവനയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ഏതായാലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും വേറൊരു വിവാഹത്തിന് സമ്മതം മൂളില്ലായിരുന്നു. മുമ്പായിരുന്നെങ്കിൽ എന്തുണ്ടെങ്കിലും അവൾ എന്നോട് തുറന്നു പറയുമായിരുന്നു. ഇപ്പോ മുഖം തരാൻ പോലും ഭാവന മടികാണിക്കുക. അതൊക്കെ ദേവേട്ടന്റെ തോന്നലുകള്. ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നപ്പോഴും എത്ര സ്നേഹത്തോടെ അവൾ എന്നോട് പെരുമാറിയത്. ഭാവനയ്ക്കിപ്പോഴും സൂര്യയുടെ നല്ല ഭാവിയെക്കുറിച്ച ചിന്ത. അതുകൊണ്ടാ അവൾ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തത്. പക്ഷെ അവിടെയാണ് എനിക്ക് സംശയം തോന്നിയത് ജയ. ഭാവനയില്ലാതെ സൂര്യയുടെ ഭാവി സുരക്ഷിതമാവില്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്തോ അങ്ങനെയുള്ള സംശയമൊന്നും തോന്നുന്നില്ല. ഭാവനയുടെ ജീവിതം നശിച്ചു, പിന്നെ എന്തിനാ സൂര്യയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഈശ്വര, ഇതിന്റെ പേരിൽ നമ്മുടെ മോനൊരു അബദ്ധം സംഭവിക്കാതിരുന്ന മതിയായിരുന്നു. ദൈവേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന എന്തിനാന്ന്? അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം അവനെ കാത്തോളും. നിന്നെ കരുതിയാ അവനെല്ലാം മനസ്സിലൊതുക്കുന്നത് ജയ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കില്ല. ദൈവേട്ടൻ ഇപ്പൊ പറഞ്ഞതാ യാഥാർത്ഥ്യം. എനിക്കിനി അധിക നാളില്ലെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാവാം അവൻ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും മാനസയുടെയും അവന്റെയും കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയാവും. അതുവരെ നമുക്കൊന്നും കണ്ടില്ലെന്ന് വെക്കാം, അല്ലേ ദേവേട്ട? എത്ര നിസ്സാരമായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ മുറിയിലേക്കൊന്ന് പോയി നോക്ക്. അവൻ ഇപ്പോഴും ഉറങ്ങാതിരിക്കുന്നത് കാണാം. നമ്മുടെ മോൻ കെട്ടിയ താലി തിരിച്ചു വാങ്ങിയെന്ന് കരുതിയിട്ട് ഭാവന അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനവൻ മരിക്കണം. അതേ അവസ്ഥ തന്നെ ഭാവനയുടെ കാര്യത്തിലും. പുറമെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ മനസ്സ് നീറുന്നത് മറ്റാരേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈശ്വര, ദേവേട്ടൻ എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ പറയുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞ ഭാവന എന്റേതല്ലെന്ന ചിന്ത സൂര്യക്ക്, തനിക്ക് എന്നേക്കുമായി സൂര്യയെ നഷ്ടപ്പെടുന്നുള്ള ചിന്ത ഭാവനയെയും ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തും നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവേട്ട? അതും കൂടി പറ. ഇവിടെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഭാവന ഓരോന്നും ചെയ്തിരിക്കുന്നതും മനഃപൂർവ്വം തന്നെയാ. പക്ഷേ അതിന്റെ കാരണം എനിക്ക് വ്യക്തമല്ലാത്ത. അപ്പോ ജ്യോത്സ്യം പറഞ്ഞതൊക്കെ ദേവേട്ടൻ മറന്നോ? ജ്യോത്സ്യം പറഞ്ഞ കാര്യം നമുക്കല്ലേ അറിയൂ ജയ. ഭാവനയ്ക്കും സൂര്യക്കും ആ കാര്യം അറിയില്ലല്ലോ. ആ കാര്യം അറിഞ്ഞിട്ടാണ് ഭാവന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ജ്യോത്സ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെയാ ഭാവന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പൊ എന്റെ ഏക ആശ്വാസം മാനസമോള. ഈ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതെ ദേവേട്ട, എനിക്കും അങ്ങനെ തന്നെയാ. മാനസമോളാവുമ്പോ നാളെ ഭാവനയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. അവക്കെല്ലാം അറിയാലോ. ആ ഒരു ആശ്വാസം മാത്രമേ ഇപ്പോൾ ഉള്ളത്. ഭാവനയും സൂര്യയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പെങ്കിലും അവർക്ക് തുടരാമല്ലോ. ഒരിക്കലുമില്ല ദേവേട്ട. വീണ്ടും സൂര്യയെ ഭാവനയുമായിട്ട് അടുക്കാൻ മാനസമോൾ അനുവദിക്കില്ല.
അതിനുള്ള മാർഗമൊക്കെ അവള് നോക്കിക്കോളും. തീരെ നിവർത്തിയില്ലെങ്കിൽ ഞാനവരെ വിദേശത്തേക്ക് അയക്കും. 1-2 വർഷം അവിടെ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ആ എന്തായാലും ഇനി വിധി പോലെ വരട്ടെ. നാളെ ഭാവനയെയും കുടുംബത്തെയും കല്യാണം വിളിക്കാൻ പോണം. അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കാനൊന്നുമില്ല ദേവേട്ട. നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ? വേണമെങ്കിൽ ഞാനും കൂടി വരാം. അത് വേണ്ട ജയ. ഇനി അവിടെ ഒരു സീൻ വേണ്ട. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ എല്ലാവർക്കും നല്ല വിഷമാവും. ഞാൻ തന്നെ പോയിട്ട് വരാം.